നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രയേലിന്റെ പ്രധാനമന്ത്രിയാകാൻ പോകും. സാധാരണ രാഷ്ട്രീയ ലോകത്ത് കേൾക്കുമ്പോൾ തമാശ പോലെ തോന്നുന്ന ഈ വാക്കുകൾ ഇന്ന് പശ്ചിമേഷ്യൻ യുദ്ധരാഷ്ട്രീയത്തിന്റെ ഏറ്റവും ഗൗരവമുള്ള ചർച്ചകളിൽ ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും കൂടുതൽ വിവാദങ്ങളുടെ നേതാവായ ഡൊണാൾഡ് ട്രംപ് ഇസ്രയേലിൽ എനിക്ക് 99% പിന്തുണയുണ്ട്, ഞാൻ ആഗ്രഹിച്ചാൽ അവിടെ പ്രധാനമന്ത്രിയാകാം എന്ന തരത്തിൽ നടത്തിയ പരാമർശം വെറും വാചക കസർത്തല്ല എന്ന് ഇപ്പോൾ അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുകയാണ്. ഇസ്രയേലിൽ തനിക്ക് 99% ജനപ്രീതി ഉണ്ടെന്നും US പ്രസിഡന്റ് കാലാവധിക്ക് ശേഷം അവിടെ പ്രധാനമന്ത്രിയായി മത്സരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് വ്യക്തമാക്കിയത്. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ട്രംപിന്റെ അസാധാരണ പ്രതികരണം ഉണ്ടായത്. ഇസ്രയേലിൽ നിലവിൽ എനിക്ക് 99% പിന്തുണയുണ്ട്. ഇന്ന് രാവിലെ ലഭിച്ച ഒരു സർവേ ഫലത്തിലും ഇതാണ് വ്യക്തമാക്കുന്നത്. അതിനാൽ US പ്രസിഡന്റ് കാലാവധി കഴിഞ്ഞാൽ ഞാൻ ഇസ്രയേലിലേക്ക് പോയി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിച്ചേക്കാമെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു വെച്ചു. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനെ പ്രശംസിച്ച ട്രംപ് അദ്ദേഹം താൻ പറയുന്നത് എന്തും അനുസരിക്കുമെന്നും കൂട്ടിച്ചേർക്കുകയുണ്ടായി. എന്നാൽ ഇസ്രയേലിലെ നെതന്യാഹുവിന് അർഹമായ പരിഗണന ലഭിക്കുന്നില്ല എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇറാനുമായി ഒരു സമാധാന കരാറിലെത്താൻ തനിക്ക് യാതൊരു ധൃതിയുമില്ല എന്ന് ട്രംപ് വ്യക്തമാക്കി. ആക്രമണങ്ങളിൽ ആളപായം പരമാവധി കുറയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത്. ശാശ്വത സമാധാനത്തിനായുള്ള ചർച്ചകൾ സ്തംഭിച്ച അവസ്ഥയിൽ ഇറാനെതിരെ മറ്റൊരു വലിയ തിരിച്ചടി ഉണ്ടായേക്കാമെന്ന മുന്നറിയിപ്പും ട്രംപ് നൽകിയിട്ടുണ്ട്. ഇത് ഒരാളുടെ രാഷ്ട്രീയ അതിരുവിട്ട ആത്മവിശ്വാസം മാത്രമല്ല, മറിച്ച് അമേരിക്കയും ഇസ്രയേലും ചേർന്ന് പശ്ചിമേഷ്യയിൽ പുതിയ ശക്തി കേന്ദ്രം നിർമ്മിക്കാൻ നടത്തുന്ന മാനസിക രാഷ്ട്രീയ നീക്കത്തിന്റെ സൂചനയായിട്ടാണ് പലരും ഇതിനെ കാണുന്നത്. ഗാസ യുദ്ധം, ഇറാനെതിരായ സമ്മർദ്ദം, അമേരിക്കൻ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം, ഇസ്രയേലിലെ ആഭ്യന്തര പ്രതിസന്ധി എല്ലാം ചേർന്നപ്പോൾ ട്രംപിന്റെ ഈ വാക്കുകൾക്ക് കൂടുതൽ അപകടകരമായ അർത്ഥതലങ്ങൾ രൂപപ്പെടുകയാണ്. ഇതിന്റെ കേന്ദ്രത്തിൽ നിൽക്കുന്നത് ട്രംപ് നെതന്യാഹു ബന്ധമാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഏറ്റവും ശക്തിയായി പിന്തുണച്ച അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു ട്രംപ്. ജെറുസലേമിനെ ഇസ്രയേലിന്റെ തലസ്ഥാനമായി അംഗീകരിച്ചതും ഗോലാൻ മലനിരകളിലെ ഇസ്രയേൽ അവകാശവാദത്തെ പിന്തുണച്ചതും ഇറാനെതിരായ കടുത്ത ഉപരോധങ്ങൾ നടപ്പാക്കിയതുമെല്ലാം ട്രംപിന്റെ ഭരണകാലത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഇസ്രയേലിലെ അതിതീവ്ര വലതുപക്ഷ വിഭാഗങ്ങൾ ട്രംപിനെ ഇസ്രയേലിന്റെ യഥാർത്ഥ രക്ഷകൻ എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധസാധ്യതകൾ ഉയരുമ്പോൾ ട്രംപ് അതിനെ വീണ്ടും രാഷ്ട്രീയ ശക്തിയായി മാറ്റാൻ ശ്രമിക്കുകയാണെന്ന വിലയിരുത്തലുകളും ശക്തമാണ്. അമേരിക്കയിലെ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ വോട്ട് ബാങ്കും ജൂത ലോബികളും ട്രംപിന്റെ ഏറ്റവും പ്രധാന രാഷ്ട്രീയ പിന്തുണകളിൽ ഒന്നാണ്. അതിനാൽ ഇസ്രയേലിനോടുള്ള അമിതമായ അടുപ്പം അദ്ദേഹത്തിന് അമേരിക്കൻ തിരഞ്ഞെടുപ്പിലും നേട്ടമാകുമെന്ന കണക്കുകൂട്ടലുമുണ്ട്. പക്ഷേ ഇവിടെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ട്രംപിന്റെ രാഷ്ട്രീയം പലപ്പോഴും യാഥാർത്ഥ്യത്തെക്കാൾ മനോവിജ്ഞാന യുദ്ധം സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത് എന്ന കാര്യം. ഭരണഘടനാപരമായ അമേരിക്കൻ പൗരന് ഇസ്രയേലിന്റെ പ്രധാനമന്ത്രിയാവുക പ്രായോഗികമല്ല എന്ന വാദമുണ്ടെങ്കിലും ട്രംപ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ വഴി ലോക രാഷ്ട്രീയത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റുകയും സ്വന്തം ശക്തി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത്, ഞാനില്ലാതെ ഇസ്രയേലിനും അമേരിക്കയ്ക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന സന്ദേശം പരോക്ഷമായി ലോകത്തിനു മുന്നിൽ സ്ഥാപിക്കാനുള്ള ശ്രമം. ഇസ്രയേലിനകത്തും ഇപ്പോൾ രാഷ്ട്രീയ അനിശ്ചിതത്വം ശക്തമാണ്. നെതന്യാഹുവിനെതിരായ അഴിമതി കേസുകളും യുദ്ധനയങ്ങളിലെ വിമർശനങ്ങളും ജനരോക്ഷം ഉയരുന്ന സമയമാണ്. മറുവശത്ത് ഇറാനെതിരായ ആക്രമണ ഭീഷണി ഉയരുമ്പോൾ ദേശീയ സുരക്ഷയുടെ പേരിൽ അതിതീവ്ര ദേശീയവാദ രാഷ്ട്രീയവും ശക്തിപ്പെടുന്നു. അത്തരമൊരു ഘട്ടത്തിൽ ട്രംപിന്റെ പ്രസ്താവന നെതന്യാഹു ക്യാമ്പിനെ കൂടുതൽ കരുത്താർജിപ്പിക്കാനുള്ള തന്ത്രമാണോ എന്ന സംശയവും ഉയരുന്നുണ്ട്. അതേസമയം ചില അന്താരാഷ്ട്ര നിരീക്ഷകർ കൂടുതൽ ഗൗരവകരമായ ഒരു വിലയിരുത്തലും മുന്നോട്ട് വയ്ക്കുന്നു. അമേരിക്കൻ രാഷ്ട്രീയ നേതാക്കൾ നേരിട്ട് ഇസ്രയേൽ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ഒരു പുതിയ കാലഘട്ടത്തിലേക്കാണോ ലോകം കടക്കുന്നത്? അമേരിക്കയുടെ സൈനിക സാമ്പത്തിക ശക്തിയും ഇസ്രയേലിന്റെ യുദ്ധതന്ത്രവും ചേർന്ന് പശ്ചിമേഷ്യയുടെ ഭൂപടം പുനർരചിക്കാനുള്ള നീക്കങ്ങളാണോ നടക്കുന്നത്? ട്രംപിന്റെ വാക്കുകൾ ആ വലിയ ഗൂഢാലോചന രാഷ്ട്രീയത്തിന്റെ ചെറിയ സൂചനയാണ്. ഇപ്പോൾ ലോകം ആശങ്കയോടെ നോക്കുന്നത് അതിലേക്കാണ്. കാരണം ട്രംപ് വെറും വാർത്തകളിൽ നിറയാൻ വേണ്ടി സംസാരിക്കുന്ന രാഷ്ട്രീയക്കാരൻ മാത്രമല്ല. അദ്ദേഹത്തിന്റെ ഓരോ വാക്കും ആഗോള സാമ്പത്തിക വ്യവസ്ഥയെയും യുദ്ധസാധ്യതകളെയും രാജ്യാന്തര ബന്ധങ്ങളെയും വരെ ബാധിക്കാൻ ശക്തിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇസ്രയേൽ പ്രധാനമന്ത്രി ട്രംപ് എന്ന ആശയം യാഥാർത്ഥ്യമാകുമോ എന്നതിനേക്കാൾ അതിന് പിന്നിൽ രൂപപ്പെടുന്ന പുതിയ അമേരിക്ക ഇസ്രയേൽ ശക്തി സഖ്യമാണ് ഇന്ന് ലോകത്തെ കൂടുതൽ ഭയപ്പെടുത്തുന്നത്.